ഹസ്ബൻഡ് എന്ത് പറയുന്നു? സുഖല്ലേ? ഹസ്ബൻഡിന് സുഖം തന്നെ. സുഖം തന്നെ. ആളെവിടെയാണ് പഠിച്ചത്? അതൊക്കെ ഓർമ്മയുണ്ടോ? കെവിയിലാണ് പഠിച്ചത്. കെവിയിലാണ് പഠിച്ചത്. ഇപ്പൊ ആള് ഇപ്പൊ ലീവ് ഇല്ലല്ലേ? ലീവ് കിട്ടിയില്ല. എന്ന് കാണാൻ പറ്റും നമുക്ക്? അറിയില്ല. പിന്നെ ദുബായിലല്ലേ? ദുബായിലല്ല, ബാങ്കില്. ഇവിടെ യൂണിയൻ ബാങ്കില് മാനേജർ. യൂണിയൻ ബാങ്കിൽ, കർണാടക. മേഘനയ്ക്ക് ഹാപ്പി ജാം ആണോ ഇഷ്ടം, അതോ പീനട്ട് ബട്ടർ ആണോ ഇഷ്ടം, അതോ പിക്കിൾസ് ആണോ ഇഷ്ടം, സോസസ് ആണോ ഇഷ്ടം? എല്ലാം ഇഷ്ടം. എല്ലാം ഇഷ്ടം. എല്ലാം കൂട്ടി കുറച്ച് കഴിക്കും. പീനട്ട് ബട്ടർ കുറച്ചുകൂടി ഇഷ്ടം. ഡയറ്റ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, വെറുതെ എടുത്ത് കഴിക്കും പീനട്ട്. ഡയറ്റ് ചെയ്യുന്നവര് മാത്രമാണോ പീനട്ട് ബട്ടർ കഴിക്കുന്നത്? അല്ല, അതിലൊരു പ്രോട്ടീൻ കണ്ടന്റ് കൂടെയല്ല, അതുകൊണ്ട് ചോദിച്ചതാ. എന്താ മഞ്ജരിക്ക് ഒരു വിഷമം പോലെ? ഡയറ്റ് എന്നൊക്കെ പറയുമ്പോ എന്തോ ഒരു വിമിഷ്ടം പോലെ. ഈ ഡയറ്റിനോട് വലിയ താല്പര്യമില്ല. ഇല്ല, കിട്ടുന്നൊക്കെ ഞാൻ കഴിക്കും. ഇഷ്ടമുള്ളത് കഴിക്കാം. ഒറ്റ ചിന്തയുള്ളൂ. അതെ. ഓക്കെ, വേണു ചേട്ടനോ? ഞാൻ കഴുത്തിന്റെ എക്സസൈസ് ചെയ്യാറുണ്ട്. അതായത് കഴുത്തിന്ന് ഫുഡ് ഇറക്കി പോകാനുള്ള എക്സസൈസ് ആണോ? ഇവിടെ വരെ വരുമ്പോൾ. ഓ, അങ്ങനെ. ഞാൻ വിചാരിച്ച ഇറക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴുത്തെടുത്ത് ഫുഡ് ഇറക്കാൻ വേണ്ടിട്ടുള്ള എക്സസൈസ്. ശരി, അപ്പൊ മേഘന ഇപ്പൊ പോവാറുണ്ടോ? ഹസ്ബൻഡിന്റെ അവിടേക്ക് പോവാറുണ്ടോ? 2 ആഴ്ച പോയി നിന്നു കല്യാണം കഴിഞ്ഞിട്ട്. അതിനുശേഷം പിന്നെ ഞാൻ പഠിക്കുവാണല്ലോ. കന്നഡ കൊത്തി തുടങ്ങിയോ? കന്നഡ, ഒരു മിനിറ്റ്. കന്നഡ കൊത്തി തുടങ്ങിയോ? ഒരു ചെറിയ എററാണ്, ടെക്നിക്കൽ എറർ. ഒരു 3 minutes തന്നെ. ഓക്കെ, റെഡി. ഓക്കെ. മേഘന പേടിച്ചു പോയോ? മേഘന ഇല്ല, പേടിയില്ലേ? ഇരുട്ട് എല്ലാം കൂടെ പവർ പോയപ്പോ ഞാൻ കമ്പനി കൊടുത്തായിരുന്നു. വീട്ടിലൊക്കെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകാറുണ്ടോ? അങ്ങനെ ഒക്കെ ശീലമുണ്ടോ? ഇടക്ക് പോവാറുണ്ട്. പവർ കട്ടൊക്കെ ഉണ്ടാവും. അതാ പേടിയില്ലാത്ത. അല്ല, നമ്മൾ പറഞ്ഞു വന്നത് കന്നഡ കൊത്തിയോ? ഇല്ല, കൊത്തില്ല. ഹസ്ബൻഡ് കൊത്തിയോ? ഹസ്ബൻഡിന് ചിലപ്പോ ഹസ്ബൻഡ് കണ്ടോണ്ടിരിക്കും. അപ്പൊ കന്നഡയൊക്കെ പഠിച്ചോ? അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചോദിച്ചേ. കന്നഡ പഠിച്ചോ കണ്ണേട്ട? കന്നഡ ഉണ്ടോ കണ്ണേട്ട? കണ്ണേട്ടാന്നാണോ വിളിക്കാറ്? കണ്ണേട്ടാണ്. ആണോ? ഒന്നുകൂടെ ഒന്ന് ചോദിച്ചേ. കന്നഡ പഠിച്ചോ കണ്ണേട്ട? ಸ್ವಲ್ಪ ಗೊತ್ತುಂಟು. അയ്യോ, ಸ್ವಲ್ಪ ಗೊತ್ತುಂಟು. കണ്ണേട്ട ചോദിക്ക്. കണ്ണേട്ട എന്ന് വിളിച്ച കാര്യമില്ല, എന്തെങ്കിലും ചോദിക്കണം. മറുപടി അറിയുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചോദിക്ക. എന്താ ചോദിക്ക? എന്തെങ്കിലും ചോദിക്കുന്നു. നിങ്ങളല്ലേ ഞാൻ നല്ല പാട്ടുകാരിയാണോ നോക്കിയോ? ഞാൻ നല്ല പാട്ടുകാരിയാണോ കണ്ണേട്ട? മോശമില്ല, നന്നായിട്ട് പാടുന്നുണ്ട്. ഇത് കണ്ണേട്ടന്റെ ശബ്ദമാണോ? അല്ല, സാധാരണ ഫോൺ വിളിക്കുമ്പോഴൊക്കെ എന്താ പറയാറ്? എന്താ സാധാരണ പറയുന്നത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നു. കണ്ണേട്ട ആഗ്രഹിക്കുന്നുണ്ട് അത് കേൾക്കാൻ. ഐ ലവ് യു കണ്ണേട്ട. അതാരാണ്? അതെന്താ സംഭവം? ഈ ഓർക്കസ്ട്രക്കാരനെ എല്ലാരും ഒന്ന് ഓടിപ്പോയി നോക്കിട്ടൊന്ന് നടന്നു പോയിട്ട് നോക്കിട്ടോ. സൂപ്പർ. ഇതാരാ ഓർക്കസ്ട്രയില് കേറിയിരിക്കുന്നേ? കണ്ണേട്ടാ, ഇങ്ങ് വന്നേ, അടുത്ത് വന്നേ. ഞാനും കേട്ടിരിക്ക. നിങ്ങൾ അറിഞ്ഞില്ല? ഇല്ല. ആഹാ, നിങ്ങൾക്കും സർപ്രൈസ് ആയിരുന്നു. അതെ. കണ്ണേട്ടൻ എന്താ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ സ്റ്റേജായി. വിദേശത്തുള്ള ഭർത്താക്കന്മാർക്ക് സൗജന്യമായിട്ട് ഭാര്യ എടുത്ത് എത്തണമെങ്കിൽ മ്യൂസിക്കൽ വൈബ്സ്. സർപ്രൈസ് ആയോ? അപ്പൊ വിളിച്ചായിരുന്നോ? ഇന്ന് ഫോൺ വിളിച്ചായിരുന്നോ? ഫോൺ വിളിച്ചു. അർജന്റായിട്ട് ഓഫീസിൽ പോണം, ലീവ് കിട്ടിയില്ല പറഞ്ഞു. കൊറേ നുണ പറഞ്ഞു, പക്ഷെ സക്സസ് ആയി. ഹാപ്പി ആയല്ലോ? അല്ല, എന്നാ വന്നേ?
അത് പറയും. ഇന്നലെ രാവിലെ എത്തി സാർ. എവിടെ? രാവിലെ എത്തി. എവിടെയായിരുന്നു? എറണാകുളത്ത് ഇന്നലെ രാവിലെ എത്തി. ആ. അപ്പൊ പിന്നെ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ഓ, ഒളിവിൽ താമസിക്കായിരുന്നു. ഇദ്ദേഹവും ഒളിവിൽ താമസിക്കായിരുന്നു. എല്ലാവരും ഒളിവിലാണല്ലോ. അതെ. പക്ഷെ ഈ ഒരു മുഹൂർത്തം നമുക്ക് ഇങ്ങനെ കുറച്ചൊക്കെ ഒളിവിൽ താമസിച്ച് കുറച്ച് സർപ്രൈസ് ഒക്കെ ആക്കിയാലേ മെമ്മറബിൾ ആവുള്ളൂ അല്ലേ? കണ്ണേട്ടനോട് അതേ ക്യാമറ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നേരിട്ട് കിട്ടിയിട്ടില്ലേ? എന്തേ വേണമെങ്കിൽ പറഞ്ഞോളൂ. നാണം വന്നിട്ട് ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര നാണം. അതിലും കൂടുതലാണ് അവിടെ ഒരാൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് സർപ്രൈസ് ആയിരുന്നോ? എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു. എന്നാ വന്നേ, എല്ലാരും വന്നേ, ഫുൾ ഫാമിലി വന്നേ. അതെ, ഫുൾ ഫാമിലി വന്നേ, എല്ലാരും വാ, അനിയനും അച്ഛനും എല്ലാരും വാ. ഒരു കുടുംബ ചിത്രം സെറ്റ് ആയിട്ടുണ്ട്. അതെ. ഒരു ചെറിയ ക്ലിക്ക് എടുത്തോളൂ കേട്ടോ. എനിക്കൊരാഗ്രഹമുണ്ട്, അവൻ നന്നായിട്ട് പാട്ട് പാടും. പക്ഷെ പാട്ട് പാടാൻ ഭയങ്കര മടിയാ. പാട്ട് അങ്ങനെ പാടുന്നില്ല. പാടിക്കണം. അത് വെറുതെ പറയുന്ന, നല്ലോണം പാടും അല്ലേ? 2 വരി പാടി കേൾക്കണം എന്ന് അതിയായ ആഗ്രഹം. ഞങ്ങൾക്കും എന്തായാലും കണ്ണേട്ടൻ പാടിയിട്ടേ ഇവിടുന്ന് ഞങ്ങൾ വിടും. ഇത് എന്റെ വാക്കിന് വിലയില്ലാത്തവനാണെങ്കിലും ഇതുപോലുള്ള വാക്ക് ഞാൻ പാലിക്കും കേട്ടോ. അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഫ്ലവേഴ്സ് ടി വി ഇതുപോലത്തെ ഒരു പ്രോഗ്രാം നടത്തിയതിൽ അതിയായ സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് മകൾക്കും ഇവിടെ പങ്കെടുക്കാൻ പറ്റി. അതുകൊണ്ട് എല്ലാവർക്കും ഫ്ലവേഴ്സ് ടി വിക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ശരി, എന്താണ് ബ്രദറിന് പറയാനുള്ളത്? അളിയൻ വന്നിട്ടുണ്ട്. അളിയൻ പേടിച്ചു നിൽക്കുവാണ്. കുഞ്ഞ്. അതെ, എനിക്കൊന്നും പറയാനില്ല അല്ലെ. എത്രയല്ലേ പഠിക്കുന്നേ? 9ല്. ഏത് സ്കൂളിലാ? ചേച്ചി പഠിച്ച സ്കൂളിലല്ലോ പഠിച്ചത്? അമ്മ പഠിപ്പിച്ച സ്കൂളിലല്ലോ പഠിച്ചത്? അല്ല. ശരി, അപ്പൊ എന്തായാലും ഫാമിലി അവിടെ ചെന്നിരുന്നോളൂ. കെട്ടിയവനും കെട്ടിയോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പോഴും അന്താളിപ്പ് മാറിയിട്ടില്ല. അതെ, ആൾക്ക് എന്താ പറയണ്ടേ? കോളേജിൽ എന്തോ റാഗിങ്ങിന് വന്ന പോലെയാണ് നിൽക്കുന്നത്. ടെൻഷൻ അടിച്ചിട്ട്. ഒരു പാട്ട് അമ്മയുടെ ആഗ്രഹമാണ്. അല്ല, അമ്മ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ പാട്ട് പാടിയിട്ടൊന്നുമില്ല ഇതുവരെ. ഇത് ആദ്യമായിട്ടൊരു സ്റ്റേജാണ്. വീട്ടിൽ നിന്ന് ചെറുതായിട്ട് മൂളിപ്പാട്ട് പാടുന്നേ ഉള്ളൂ. ഒരു 2 വരി. രണ്ടുപേരും കരിമുകിൽ കാട്ടിലെ രജനി തന്നീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കടലിൽ നീ മാത്രമായി കരിമുകിൽ കാട്ടിലെ രജനി തന്നീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കടലിൽ നീ മാത്രമായി. ആഹാ, കലക്കി. അമ്മയുടെ ആഗ്രഹം കഴിഞ്ഞല്ലോ. ഇനി എന്തെങ്കിലും ആഗ്രഹം? ഇപ്പൊ ഇവരെ യാത്രയാക്കാൻ പോവാ. അതിനു മുമ്പ് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. വേണ്ട. ഓക്കെ.